ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഏപ്രിൽ 13, 2026 മാർക്കറ്റ് ഇന്ന് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നെഗറ്റീവാണ്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഏകദേശം 500 പോയിന്റിനടുത്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. 23,550 നിഫ്റ്റി സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അപ്സൈഡ് പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സെക്ടർ വൈസ് മോശം ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്ടോമൊബൈൽ തന്നെയാണ്. 2.12% നഷ്ടമാണ് ഓട്ടോമൊബൈൽ സെക്ടറിലുള്ളത്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, ട്രംപ് ഹോർമൂസ് ബന്ദ് ചെയ്യാൻ പോവാണ്. ഹോർമൂസ് കടലിടുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഇറാനിൽ നിന്നും വരുന്ന ഷിപ്പുകളോ അല്ലെങ്കിൽ ഇറാനിലേക്ക് പോകുന്ന ഷിപ്പുകളോ ആണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാനിന് മറ്റു രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഏറ്റുമതി ചെയ്യാനോ മറ്റൊന്നും പറ്റില്ല. സോ ഇറാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ട് മാറും. അതിൽ പ്രധാനമായിട്ടും ചൈന വരുന്നു, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ, റഷ്യ. ഇത്രയും രാജ്യങ്ങളാണ് ഇവർക്ക് ഇറാനുമായിട്ടുള്ള ഒരു പോസിറ്റീവ് കണക്ഷൻ ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇത് ട്രംപിനെ സംബന്ധിച്ചിട്ട് 2-3 കാര്യങ്ങളാണ്. അതായത് ഇത്രയും കാലം ആ ട്രംപ് ഹോർമൂസ് കടലിടുക്കിനെ വിമോചിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അത് അടക്കുന്നു പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല. കാരണം മുഴുവനായിട്ടും റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അടക്കാൻ പറ്റുമോ എന്ന് ഇറാൻ സമ്മതിക്കുമോ എന്ന് അറിയില്ല. അതേസമയം കംപ്ലീറ്റ് ആയിട്ട് തുറക്കണമെങ്കിലും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. അപ്പം ട്രംപിന് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണെന്ന്. നേരെ മറിച്ച് ഇറാൻ നേവിയോട് വരാൻ പറയുന്നു. ഇറാൻ പറയുന്നു ഓക്കെ, ഡിപ്ലോയ് ചെയ്യൂ നിങ്ങളുടെ നേവിയെ, നമ്മൾ നേരിടും എന്ന് പറയുന്നു. അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് അവരെ സംബന്ധിച്ചിട്ട്. പക്ഷേ ട്രംപിന് നേരെ മറിച്ച് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രഷറുണ്ട്. അവിടെ ഇൻഫ്ലേഷൻ കൂടുന്നു. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് നയം തന്നെ ഇൻഫ്ലേഷൻ കുറക്കും, അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വില താഴോട്ട് കൊണ്ടുവരുന്നൊക്കെയായിരുന്നു. പക്ഷേ അതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ഇലക്ഷൻസ് വരുന്ന സമയത്ത് നവംബറിലുള്ള മിഡ് ടേം ഇലക്ഷൻസിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ നമ്മളെ സംബന്ധിച്ചിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഏറ്റവും വലിയ പ്രശ്നം ക്രൂഡിൻ്റെ വിലയാണ്. ക്രൂഡിൻ്റെ വില ഇനിയും $100 മുകളിൽ, ഇപ്പോൾ ഏകദേശം $90-100 ഇപ്പോൾ $100 അടുത്താണ് ഉള്ളത്. 102 അല്ലെങ്കിൽ 105 മുകളിൽ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് പ്രശ്നമാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ എല്ലാം നമ്മളെ സംബന്ധിച്ച് വിഷയമാണ്. പിന്നെ ക്രൂഡിൻ്റെ സപ്ലൈ പ്രശ്നം. കാരണം 20% ബ്രെൻഡ് വരുന്നത് അതിലൂടെയാണ്. അവിടെ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് സപ്ലൈ ഷോർട്ടേജ് വരും, നമുക്ക് പ്രശ്നമാണ്. അത് ട്രംപ് എത്രമാത്രം ഇതിൽ സക്സസ് ആവുന്നു എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ ശ്രമങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുമോ എന്നറിയില്ല. ചൈനയോ റഷ്യയോ ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏതായാലും ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. നാളെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റ് അവധിയാണ്. അംബേദ്കർ ജയന്തി പ്രമാണിച്ച് നാളെ മാർക്കറ്റിൽ അവധിയാണ്. ഇനി ബുധനാഴ്ച മാത്രമാണ് മാർക്കറ്റ് ഉള്ളത്. അതൊരു ആശ്വാസമാണ്. കാരണം ഒരു ദിവസം നമുക്ക് നെഗോസിയേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗ്ലോബൽ ഇവൻറ്റ് ടേക്കപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. ഏതായാലും ചില എനർജി സെക്ടറുകളിൽ നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ട്. NTPC, എനിക്ക് തോന്നുന്നു NTPC ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ട്. അദാനി എനർജി നമ്മുടെ സൊല്യൂഷൻ ആയിരുന്നു, സ്വിംഗ് ആയിരുന്നു, പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദാനി